ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ആദരണീയനായ സഖാവ് ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവന, പള്ളുരുത്തി സെന്റ് ട്രീസ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രസ്താവനയിൽ സ്കൂളിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തതയാണ്. 2018 ഡിസംബറില് ആദരണീയരായിട്ടുള്ള കേരള ഹൈക്കോടതി ജസ്റ്റിസ് ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിന് തങ്ങളുടെ യൂണിഫോം നയം നടപ്പാക്കാനുള്ള അവകാശം നിലനിൽക്കുന്നുവെന്ന് വളരെ കൃത്യമായിട്ടൊരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. അന്ന് സ്കൂളിന്റെ യൂണിഫോമിന് വിരുദ്ധമായിട്ട് മുസ്ലിം വിദ്യാർത്ഥികളായിട്ടുള്ള 2 പേര് ഹിജാബ് അല്ലെങ്കിൽ തലക്കവചം ധരിക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് നീളമുള്ള കൈ ഉള്ള ഷർട്ട് ധരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അന്ന് ഹൈക്കോടതി അതിന് കൊടുത്ത കൃത്യമായ ചില മറുപടികളുണ്ട്. ഈ കേസ് ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിരുവനന്തപുരം എന്നുള്ള ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ക്രൈസ്റ്റ് നഗർ സ്കൂൾ 2 മുസ്ലിം വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച ഹർജിയായിരുന്നു അത്. അവര് മതപരമായ വസ്ത്രധാരണത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. വിധിയുടെ പ്രധാന ഭാഗങ്ങൾ കോടതി പറഞ്ഞത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പറയാം. 1. ബാലൻസ് ഓഫ് റൈറ്റ്സ്. The court reasoned that the students' individual fundamental rights to practice religion must be balanced against the school's fundamental right to manage its own affairs and prescribe a dress code. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശങ്ങളുടെ സന്തുലനം, വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ മതാചാര സ്വാതന്ത്ര്യവും സ്കൂളിന്റെ സ്വന്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും യൂണിഫോം നയം നിശ്ചയിക്കുന്നതിനുമായ അടിസ്ഥാന അവകാശവും തമ്മിൽ സന്തുലനം പാലിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി അന്ന് നിരീക്ഷിച്ചത്. രണ്ടാമതായിട്ട്, ലാർജർ ഇൻട്രസ്റ്റ് പ്രൊവൈഡ്സ്. ഇറ്റ് റൂൾസ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് കോമ്പീറ്റിംഗ് റൈറ്റ്സ് the individual's interest must yield to the large institutional interest of maintaining discipline and uniformity. എന്ന് പറഞ്ഞാൽ വ്യക്തിഗത താല്പര്യത്തെക്കാൾ ഉപരിയായിട്ട് പൊതു താല്പര്യത്തെ നിലനിർത്തണം. 2 അവകാശങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ വ്യക്തിയുടെ താല്പര്യത്തെക്കാൾ സ്ഥാപനത്തിന്റെ അനുഷ്ഠാനവും ഏകതയും ഉറപ്പാക്കുന്ന ഒരു പൊതു താല്പര്യമാണ് മുൻതൂക്കം തേടേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി വിധിച്ചു. മൂന്നാമതായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡൊമൈൻ. The court explicitly stated that the school is within its rights to decide its uniform and that the court cannot compel a private institution to make exemptions based on religious preference. സ്ഥാപനത്തിന്റെ അധികാരം, സ്കൂളിന് തന്റെ യൂണിഫോം നിശ്ചയിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്നും മതപരമായ ഇഷ്ടാനുസരണങ്ങൾ ഒഴിവുകളെ അനുവദിക്കാൻ തക്കവണ്ണം കോടതി ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നിർബന്ധിക്കാനാകില്ല എന്നും വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നാലാമതായിട്ട്, സ്റ്റുഡൻസ് ചോയ്സ്. The verdict affirmed that the students could either abide by the school's dress code or seek a transfer certificate to attend another institution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ്. വിധിയിൽ വ്യക്തമാക്കിയതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിന്റെ യൂണിഫോം ഇട്ട് സ്കൂളിൽ വരുവാൻ ഇഷ്ടമില്ല എങ്കിൽ, അത് പാലിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് അവർക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങി മാറുക എന്നുള്ളതാണ് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. വളരെ സ്പഷ്ടമായിട്ട് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇനി അത് കൂടാതെ ഈ മന്ത്രിസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സഖാവ് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന ഇതേ മന്ത്രി സഭയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട്. സർക്കാർ തന്നെ ഹിജാബിനെതിരെ 2022 കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. In January 2022, the Kerala government submitted an affidavit to the state high court stating that it could not permit the wearing of the hijab and full-sleeved attire as part of the uniform for the student police cadet SPC projectuമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. The affidavit argued that allowing religious symbols would affect the secularism and discipline of the uniformed program. Student police cadet അഥവാ SPC പ്രോജക്റ്റിൽ യൂണിഫോമിന്റെ ഭാഗമായി ഹിജാബും മുഴുവൻ നീളമുള്ള വസ്ത്രവും ധരിക്കാൻ അനുമതി നൽകുവാനാകില്ലെന്ന് കേരള സർക്കാർ
ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട്. മതചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോജക്റ്റിന്റെ മതനിരപേക്ഷതയും യൂണിഫോം ആസ്ഥാനമായിട്ടുള്ള ശിക്ഷണാനുശാസനത്തെയും ബാധിക്കുമെന്ന് സർക്കാരിന്റെ ഒരു വാദമായിരുന്നു എന്നത്. എന്തേ സഖാവ് ശിവൻകുട്ടി അത് മറന്നുപോയതാണോ? ആയിരിക്കാം. കാരണം 3 കൊല്ലം കഴിഞ്ഞല്ലോ, 4ാം വർഷമാണല്ലോ ഇത്. അതുകൊണ്ടായിരിക്കാം അല്ലെ അങ്ങയുടെ ഈ മറവി. കേസിന്റെ പശ്ചാത്തലം കൂടെയാണെന്ന് പറഞ്ഞുതരാം. ഹർജിക്കാരിയായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിസ നഹാൻ സമർപ്പിച്ച ഹർജിക്കാണ് സർക്കാർ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഹിജാബും മുഴുവൻ കൈനീളമുള്ള വസ്ത്രവും ധരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25(1) പ്രകാരം ലഭ്യമായ ആ പെൺകുട്ടിയുടെ അടിസ്ഥാന അവകാശമാണെന്ന് അവൾ വാദിച്ചു. അത് എന്തുകൊണ്ട് എന്നുള്ളതും കൂടെ അവൾ വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാർത്ഥി പോലീസ് കേഡറ്റായ SPC പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ നിയമാനുസൃത ബോധമുള്ള പൗരന്മാരും ഭാവിയിലെ നേതാക്കളുമായി വളർത്തുന്നതിനായി രൂപപ്പെടുത്തിയ സ്കൂൾ അടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടിയാണ് SPC ഫാക്കൽറ്റി ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമല്ലെന്ന് വിദ്യാർത്ഥിനിയെ അറിയിച്ചിരുന്നു. തുടർന്ന് ആ പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആഭ്യന്തര വകുപ്പ് അവരുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. സത്യവാങ്മൂലത്തിൽ സർക്കാരിന്റെ വാദങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്ന്, സർക്കാരിന്റെ സത്യവാങ്മൂലവും ആഭ്യന്തര വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയുടെ ഔദ്യോഗിക ഉത്തരവും മുന്നോട്ട് വെച്ചത് മതനിരപേക്ഷത നിലനിർത്തൽ എന്നുള്ളതാണ്. അതിൽ യൂണിഫോമിൽ മതചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നത് അനുചിതമാണെന്നും അത് തെറ്റായ സന്ദേശം നൽകുമെന്നും സർക്കാർ വാദിച്ചു. ഇങ്ങനെ ചെയ്യുന്നത് മറ്റു മതവിഭാഗങ്ങളുടെ സമാന ആവശ്യങ്ങൾക്ക് വഴിയൊരുക്കി SPCയുടെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുമെന്നും പറഞ്ഞു. രണ്ടാമതായിട്ട്, യൂണിഫോം ഒരേ സ്വഭാവം നിലനിർത്തലാണ്. ശിക്ഷണാനുശാസനം അതിനകത്ത് ഉൾപ്പെട്ടതാണ്. കേരളത്തിലെ എല്ലാ പോലീസുകാർക്കും മതചിഹ്നങ്ങൾ ഇല്ലാത്ത ഒരേ യൂണിഫോമാണ് ധരിക്കുന്നത്. ഈ മാതൃക തന്നെയാണ് നാഷണൽ കേഡറ്റ് കോർ അല്ലെങ്കിൽ NCC പോലുള്ള മറ്റ് യൂണിഫോം പദ്ധതികളിലും SPCയിലും പിന്തുടരുന്നതെന്നും അതുവഴി ഒരേ കോഡ് ഓഫ് കോണ്ടക്റ്റും ശിക്ഷണവും ഉറപ്പാക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി. മൂന്നാമതായിട്ട്, ഇതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം, അതായിരുന്നു 4ാമത് പറഞ്ഞത്. SPC പദ്ധതിയുടെ 10 വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലൊരു ആവശ്യം ഒരൊറ്റ വിദ്യാർത്ഥിയിൽ നിന്നും ഒരിക്കലും വന്നിട്ടില്ലെന്ന് പദ്ധതിയുടെ നോഡൽ ഓഫീസർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, അതിനാൽ തന്നെ ഈ ആവശ്യം വ്യാപകമല്ലെന്നും വ്യക്തിഗതമായ ഒന്നാണെന്നും സർക്കാർ നിരീക്ഷിച്ചു. അടുത്തത്, ഭരണഘടനാ വ്യവസ്ഥ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം യുക്തിസഹമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും അതിന്റെ പരിധിക്കുള്ളിലാണ് ഈ തീരുമാനം വരുന്നതെന്നും സർക്കാർ വാദിച്ചു. ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായി ഈ പറഞ്ഞതായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സ്കൂളിനും അനുകൂലമാണ്. കൂടാതെ ഈ കുട്ടി മുൻപ് പല സ്കൂളിലും പഠിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ട്. അതിനെ വിവിധ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ട്. പള്ളുരുത്തി സെന്റ് ട്രീസ സ്കൂളിലെ 300-ൽ പരം വിദ്യാർത്ഥികളിൽ, അവിടെ 300 ചില്ലാനം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അവിടെ 117 മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു. നല്ലവരായ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന 117 കുട്ടികൾ അവിടെ പഠിക്കുന്നു. ആ കുട്ടികളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊന്നും സിസ്റ്റേഴ്സ് ഒന്നും വെളിയിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്നതല്ല. എങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഫീസ് കൊടുക്കാത്ത കുട്ടികൾ പോലും അവിടെ പഠിക്കുന്നുണ്ട്. പല നിർദ്ധരായിട്ടുള്ള കുട്ടികളെ അവര് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല. അവിടുത്തെ യാതൊരു വിധത്തിലുള്ള വേർകൃത്യങ്ങളും ഇല്ലാത്ത ഒരു സ്കൂളാണ്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ആ സ്കൂൾ ആ ദേശത്തിന്റെ ഒരു വിളക്കാണ്, പ്രകാശമായിട്ട് നിൽക്കുന്ന സ്കൂളാണ്. 117 മുസ്ലിം കുട്ടികളിൽ ഒരൊറ്റ കുട്ടിക്ക് മാത്രമേ ഹിജാബിന്റെ നിർബന്ധം ഇപ്പോൾ ഉണ്ടായുള്ളൂ. അതിനും ഒരു ചരിത്രമുണ്ട്. ഈ കുട്ടി 2025-ലാണ് അവിടെ വരുന്നത്. അപ്പൊ അതുവരെ 116 മുസ്ലിം കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലിരിക്കണം. 2025 ജൂൺ മാസത്തിൽ ആദ്യത്തെ 2-3 ദിവസം കുട്ടി ഹിജാബ് ധരിച്ചു വന്നു. അപ്പോൾ അവിടുത്തെ അധ്യാപകർ കുട്ടിയോട് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ യൂണിഫോമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു.
കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും അത് അംഗീകരിച്ചു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഈ സെപ്റ്റംബർ മാസത്തിന്റെ അവസാനം വരെയും ഒക്ടോബറിന്റെ ആദ്യം വരെയും അങ്ങനെ വന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം കഴിഞ്ഞു ഒക്ടോബറിലാണ് ഹിജാബ് ധരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത കുട്ടിക്ക് ബോധ്യമായത്. കുട്ടിക്ക് ബോധ്യമായതാണോ, കുട്ടിയെ കൊണ്ട് ബോധ്യമാക്കിയതാണോ എന്നുള്ള ഒരു അന്വേഷണം കൂടെ സാമാന്യ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുന്നത് ഇതിന്റെ പിന്നിൽ ചില മതഛിദ്ര ശക്തികൾ ശക്തമായിട്ടുണ്ട്, വളരെ ശക്തമായിട്ടുണ്ട്. ഈ കുട്ടി ഈ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വന്നിട്ടും ആ കുട്ടിയെ പുറത്താക്കിയില്ല. ഇപ്പോഴും ആ കുട്ടി ആ സ്കൂളിന്റെ അംഗമാണ്, ആ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണെന്ന് മനസ്സിലാക്കണം. ആ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ് കുട്ടിയുടെ പഠനം നിഷേധിച്ചു എന്നൊക്കെ. അവിടെ നിഷേധിച്ചിട്ടില്ല. കുട്ടിയുടെ മാതാവ് വന്ന് അവിടെ ഈ ആർട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ശനിയാഴ്ച ആ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു പറ്റം ആളുകള് സ്കൂൾ ഗേറ്റിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ 2 ദിവസത്തേക്ക് ആ സ്കൂൾ അടച്ചിടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. നോക്കണം, സിസ്റ്റേഴ്സ് വളരെ കൃത്യമായി അവരെ സ്നേഹിക്കുകയും കരുതുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്ത ആ സിസ്റ്റേഴ്സിനെതിരെയും ആ സ്കൂളിനെതിരെയുമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പോലും സംസാരിച്ചിരിക്കുന്നത്. ഇത് വെറുതെ മന്ത്രി സംസാരിച്ചതല്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. മനസ്സിലായിക്കോണം. ഈ അടുത്തു വരുന്ന ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങൾ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നു. മാത്രവുമല്ല, എയും അവിടുത്തെ DDയും കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് ശിവൻകുട്ടി സ്കൂളിനെതിരെ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താതെ കുട്ടിയെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തായിട്ടുള്ള എയും DDയും ഇനിയും ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അർഹതയുള്ളവരല്ല. അവരെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്. എയും അതേപോലെ തന്നെ DDയും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിന്റെ കൾപ്രിറ്റ് എന്നുള്ളത് മന്ത്രി അംഗീകരിച്ചേ പറ്റൂ. അല്ല എങ്കിൽ മന്ത്രി സ്വമേധയാ രാഷ്ട്രീയ പുങ്കുവന്മാരുടെ വാക്ക് കേട്ടിട്ടാണ് സ്കൂളിനെതിരെ NOC ഒക്കെ വരുമ്പോൾ ഞങ്ങൾ കണ്ടുകൊള്ളാമെന്നൊക്കെ പറഞ്ഞുള്ള തടസ്സപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം മന്ത്രിയുടെ മനോഗതത്തിൽ നിന്ന് വ്യക്തമായിട്ട് വന്നല്ലോ. അത് കാണിക്കുന്നത് ഈ മന്ത്രിയുടെ രാഷ്ട്രീയ ഫാസിസമാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും മനസ്സിലാവും. അതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അറിവിന്റെ പാപ്പരത്വം മാത്രമുള്ള സഖാക്കൾ ഉള്ള ഒരു നാടല്ല മന്ത്രി പൊങ്കവ ഈ അങ്ങയുടെ ഭരണത്തിന് കീഴിലുള്ള ആളുകൾ എന്നുള്ളതും കൂടെ അങ്ങ് അറിയുന്നത് ഉചിതമായിരിക്കും. അവരിൽപ്പെട്ടവർ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതെന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നതെന്നായിരിക്കും. ഇനി STPയുടെ ആളായിരുന്നല്ലോ അവിടേക്ക് വന്നത്. അവിടെ വന്ന് സിസ്റ്റർമാരുമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ഈ കുട്ടിയുടെ പിതാവുമായിട്ട് വന്നത് STPയുടെ ആ പ്രദേശത്തെ ഒരു നേതാവാണ്, മണ്ഡലം നേതാവാണ്. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, STP എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട PFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു രാഷ്ട്രീയ മുഖമാണ്. അത് ആരംഭം പോലെ ഞാൻ പറയുന്നതാണ്. ആ രാഷ്ട്രീയ മുഖമുള്ള ആളുകൾ വന്നിട്ട് ഈ വിധത്തിൽ അവിടെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക, ഇതിനകത്തൊക്കെ വേറെ പല ആശയങ്ങളും ഗൂഢതന്ത്രങ്ങളും ഉണ്ട്. അതിന്റെ ചട്ടകമായിട്ട് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തീരാൻ പാടുണ്ടോ എന്നുള്ളത് അങ്ങ് സ്വയമേ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങ് ആ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യനാണോ എന്ന് ഒരിക്കലൂടെ വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.